നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അന്ത്യം തേടുന്ന നാടകം. തമിഴ്നാട്ടിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാക്കിയ രാഷ്ട്രീയ നാടകങ്ങൾ ആന്റി ക്ലൈമാക്സിലേക്ക്. ഗവർണർക്ക് നൽകിയ രാജിക്കത്ത് പിൻവലിക്കുമെന്ന് ഒ പനീർശെൽവം. ജയലളിതയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് തീരുമാനം. മരണത്തിൽ എല്ലാവർക്കും സംശയമുണ്ടെന്നും കാവൽ മുഖ്യമന്ത്രി. ശശികലയെ പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തതിനു ശേഷം നാടകീയ വഴിത്തിരിവുണ്ടായത് ഇന്നലെ രാത്രി വൈകി. ശശികല മുഖ്യമന്ത്രിയാകുന്നത് ജയലളിത ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തന്നെ രാജിവെപ്പിച്ചത് നിർബന്ധപൂർവമെന്നും പനീർശെൽവം. പൊട്ടിത്തെറിയുടെ വക്കിൽ തമിഴക രാഷ്ട്രീയം. തലൈവിയുടെ മരണത്തെക്കുറിച്ച് ഊഹാപോഹങ്ങൾക്കില്ലെന്നും എല്ലാം ഡോക്ടർമാർക്ക് അറിയാമെന്നും കാവൽ മുഖ്യമന്ത്രി. അവസാന കാലത്ത് ജയലളിതയെ കാണുന്നതിൽ നിന്ന് തന്നെ വിലക്കിയിരുന്നു. അധികാരത്തോട് ആർത്തിയുള്ള ശശികല മുഖ്യമന്ത്രിയാകാൻ ധൃതി കൂട്ടുന്നതായും പനീർശെൽവം. കഥയുടെ വഴിത്തിരിവിൽ. തമിഴകത്ത് രാഷ്ട്രീയ പ്രതിസന്ധി മൂർച്ഛിച്ചതോടെ സ്ഥിതിഗതികൾ ഉറ്റുനോക്കി DMKയും BJPയും. DMK മേധാവി MK സ്റ്റാലിൻ ഇന്ന് രാഷ്ട്രപതിയെ കാണും. പനീർശെൽവത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ജനറൽ സെക്രട്ടറി ശശികലയുടെ പ്രഖ്യാപനത്തോടെ സ്ഥിതി സങ്കീർണം. അതിനിടെ അണ്ണാ DMKയുടെ നിർണായക യോഗം ചെന്നൈയിൽ. പനീർശെൽവം പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ലാത്ത യോഗത്തിൽ ശശികലയെ വീണ്ടും നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുമെന്ന് സൂചന. പാർട്ടി പിളർപ്പിന്റെ വക്കിൽ നിൽക്കവേ മറ്റൊരു പാർട്ടിയിലും ചേരില്ലെന്ന് പനീർശെൽവം. വിശ്വാസ വോട്ട് നേടാൻ സർക്കാരിനോട് ഗവർണർ ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ട്. ചെന്നൈയിലേക്കുള്ള ഗവർണർ വിദ്യാസാഗർ റാവുവിന്റെ യാത്ര വൈകിയേക്കും. അതേസമയം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം തടയാൻ ശശികല പക്ഷക്കാരനായ തമ്പിദുരൈയുടെ രാഷ്ട്രീയ കരുനീക്കം ശക്തം. കരുതലോടെ കരുനീക്കം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ രംഗം കലങ്ങി മറിയുന്നതിനിടെ കരുതലോടെ നീങ്ങാൻ BJP തീരുമാനം. തൽക്കാലം പരസ്യമായി പക്ഷം പിടിക്കേണ്ടെന്ന് നേതൃത്വം. ശശികലയുടെ സത്യപ്രതിജ്ഞ പരമാവധി വൈകിച്ച് സാഹചര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രം അനന്തര നടപടിക്ക് ഗവർണർ. അതേസമയം പനീർശെൽവത്തിനു പിന്നിൽ സ്റ്റാലിനും സംഘവും എന്ന ആരോപണം നിഷേധിച്ച് DMK. ഇപ്പോഴത്തേത് AIDMKയുടെ ആഭ്യന്തര പ്രശ്നം. എന്നാൽ പാർട്ടി നേതൃത്വം BJPയുമായി രഹസ്യ ചർച്ചയിലെന്ന് റിപ്പോർട്ട്. 234 അംഗ നിയമസഭയിൽ അണ്ണാ DMKക്ക് 135 സീറ്റും DMKക്ക് 89 സീറ്റും. മാറുന്ന സമരമുഖം. ലോ അക്കാദമി പ്രശ്നത്തിൽ സമരം ശക്തമാക്കി വിദ്യാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കേരളം വലിയ പ്രക്ഷോഭങ്ങൾ കാണേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. പ്രതിഷേധത്തിന്റെ ആദ്യപടിയായി ഇന്നും നാളെയും ABVP സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്ക്. ക്യാമ്പസിൽ സമരം ശക്തമാക്കാനും തീരുമാനം. അതേസമയം ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രി സർക്കാരിന് കൈമാറിയ റിപ്പോർട്ട് മന്ത്രിസഭായോഗം പരിഗണനയ്ക്ക് എടുത്തേക്കില്ലെന്ന് സൂചന. ജില്ലാ കളക്ടർ വെങ്കിടേശപതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ലോ അക്കാദമിക്ക് സർക്കാർ നൽകിയ ഭൂമിയിൽ പകുതിയിലധികം തിരിച്ചെടുക്കാമെന്ന് റവന്യൂ സെക്രട്ടറിയുടെ ശുപാർശ. കോളേജിനായി നിർമ്മിച്ച കെട്ടിടത്തിൽ സഹകരണ ബാങ്കും ഹോട്ടലും പ്രവർത്തിക്കുന്നത് വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി. എന്നാൽ ഭൂമി തിരിച്ചെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് ശുപാർശയിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ സംശയം. CPI പ്രതിനിധിയായ E ചന്ദ്രശേഖരൻ ഏകപക്ഷീയമായ അന്വേഷണത്തിൽ ഉത്തരവിട്ടതിൽ CPM അതൃപ്തി അറിയിച്ചിരുന്നു. അതിനിടെ അക്കാദമി സമരം 29ാം ദിവസത്തിലേക്ക് കടക്കവേ ഒത്തുതീർപ്പ് ശ്രമവുമായി വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി. സംഘടനാ പ്രതിനിധികളുമായി നടക്കുന്ന ചർച്ചയിൽ മന്ത്രിസഭാ തീരുമാനം അറിയിക്കും. ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുക പുതിയ പ്രിൻസിപ്പലിനെ ഉടൻ നിയമിക്കുമെന്നും സമരം അവസാനിപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശം. അഫ്ഗാനിൽ ചാവേർ ആക്രമണം. അഫ്ഗാനിസ്ഥാൻ സുപ്രീം കോടതിയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 9 സ്ത്രീകൾ ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. പാർക്കിംഗ് ഏരിയയിൽ സ്ഫോടനമുണ്ടായത് ഇന്നലെ വൈകിട്ടോടെ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. നടന്നത് മനുഷ്യരാശിക്കെതിരായ ക്രൂരതയെന്ന് പ്രസിഡന്റ് അഷ്റഫ് ഗനി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.